ഹേ ഗായ്സ്, ഇന്ന് കാണിക്കുന്നത് ഈ ഒരു ഡ്രസ്സിന്റെ കട്ടിംഗ് ആണ്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഇതിന്റെ ഔട്ട്പുട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുള്ളത്. അപ്പൊ ഞാൻ കട്ടിംഗ് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റിച്ചിങ് വീഡിയോ ഇല്ല. അപ്പൊ നിങ്ങൾ അത് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ വേറൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ വീഡിയോ എടുത്തിടാം. പിന്നെ ഈ ഒരു സ്കേർട്ടിന് വേണ്ടിയിട്ട് ഞാൻ 4.60 എടുത്തിട്ടുണ്ട് നെറ്റ്. പിന്നെ ലൈനിങ് ആയിട്ട് 3 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ടോപ്പിന് വേണ്ടിയിട്ട് 1 മീറ്ററാണ് എടുത്തിട്ടുള്ളത്, ലൈനിങ്ങും മെയിൻ ക്ലോത്തും. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ടോപ്പ് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൈനിങ് എടുത്തിട്ടുണ്ട്. 1 മീറ്റർ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തിടണം. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് മെഷർമെന്റ്സ് ഒക്കെ ലൈനിങ്ങിലാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിടണം. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ലെങ്ത്തും ചെസ്റ്റും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെങ്ങനെ ഫോൾഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് നമ്മുടെ ലെങ്ത്ത് വൈസ് നമുക്ക് എത്രയാണോ ലെങ്ത്ത് എന്നുള്ളതൊന്ന് നോക്കിയിട്ട് ഇതാ ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. താഴെയാണ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം വരുന്നത്, മേളിലാണ് ഫോൾഡ് ചെയ്തിട്ടുള്ള ഭാഗം വന്നിട്ടുള്ളത് കേട്ടോ. ഇത് എങ്ങനെയാണ് വരുന്നത്? ഇത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഈ ഒരു വശത്താണ്, ഫുള്ള് ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം ഈ വശത്താണ്. അപ്പോൾ നമുക്ക് ഇനി മെഷർമെന്റ്സ് എടുത്ത് കൊടുക്കേണ്ട ഈ ഒരു ഭാഗത്തു നിന്നാണ്, റൈറ്റ് സൈഡിൽ നിന്നാണ്. ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റ് ഒക്കെ ഒന്ന് മെഷർ ചെയ്ത് വെക്കാം. അപ്പം ഞാനിവിടെ ചെസ്റ്റ് 32 ആണ് എടുക്കുന്നത്. അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതിന് നമ്മൾ 1.5 സീം അലവൻസും പിന്നെ 1/2 ഇഞ്ച് ലൂസും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം മൊത്തം 2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 10 ഇഞ്ചാണ് വരുന്നത്. അതാണ് നമ്മളിവിടെ ചെസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിന്റെ ഏറ്റവും താഴ് ഭാഗത്തുള്ള മെഷർമെന്റ് ആണ്. ഇതിനാണോ നമ്മുടെ ലെങ്ത് വരുന്നത്, ആ ഒരു ഭാഗത്തുള്ള മെഷർമെന്റ് ആണ് കേട്ടോ. അത് ഇവിടെ വരുന്നത് 28 ആണ്. 28 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് സീം അലവൻസ് 2 ഇട്ട് കൊടുത്തിട്ട് 1.5 പിന്നെ 1/2 ഇഞ്ച് ലൂസും കൂടി ഇട്ട് കൊടുത്തിട്ട് കിട്ടുന്ന 9 ഇഞ്ചാണ് നമ്മളിവിടെ താഴ്ഭാഗമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 10 ഇഞ്ച് ഞാൻ നോക്കിയിട്ടാണ് ഇവിടെ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണ് അതിനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന മെഷർമെന്റ് വെച്ചിട്ട് ഈ ഒരു മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിടാം. ഇനി നമുക്ക് നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിന്റെ വിഡ്ത്തായിട്ട് ഞാനിവിടെ 2.25 ഇഞ്ചാണ് എടുക്കുന്നത്. 2.25 ഇഞ്ച് ഞാനൊന്നിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു റൗണ്ട് നെക്കാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യാം. 6.5 ഞാനിവിടെ ഷോൾഡർ എടുക്കുന്നത്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷോൾഡർ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആം ഹോളും ഞാനിവിടെ 6.5 തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളത് എത്രയാണെന്നുള്ളത് നിങ്ങളുടെ മെഷർമെൻറ്റ് അനുസരിച്ച് എടുത്താൽ മതി. ഇവിടെ ഞാൻ 6.5 ആണ് എടുക്കുന്നത്. നമ്മൾ ആ വരച്ചു കൊടുത്തിട്ടുള്ള ഡോട്ട്സ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ബോക്സ് പോലെ കൊടുക്കാം. ബാക്കിൽ ഇൻവിസിബിൾ സിബും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലെയും ബാക്കിലെയും മെഷർമെൻറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്രണ്ട് കട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്ക് കട്ട് ചെയ്യാം. ഇനി ഞാനിവിടെ നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് എടുക്കുന്ന 5 ഇഞ്ചാണ്. അപ്പോൾ നമ്മുടെ 2.25 ഇഞ്ചിൽ ഞാൻ 5 ഇഞ്ച് ലെങ്ത് എടുത്തിട്ട് ഒരു ബോക്സ് പോലെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ഡ്രസ്സിന് റൗണ്ട് നെക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചെസ്റ്റ് എത്രയാണെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ മെഷർ ചെയ്ത് കിട്ടിയത് നമുക്ക് 10 ഇഞ്ചായിരുന്നു. അപ്പോൾ ഈ 10 ഇഞ്ച് ഞാനിവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആം ഹോളിൻ്റെ അവിടെ നിന്ന് 1.25 ഇഞ്ച് മേളിലേക്ക് വരച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് സ്ലോപ്പ് പോലെ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ മെഷർമെൻറ്റ് കാണുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ വൈറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു നൈസായിട്ട് വരച്ചു കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ഞാൻ പറയുന്ന മെഷർമെൻറ്റ് തന്നെ എടുത്തു കൊടുത്താൽ മതി. അപ്പം നിങ്ങൾ നിങ്ങളുടെ അളവ് വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് ഇവിടെ കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിവിടെ നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 17 ഇഞ്ചാണ്. സീം അലവൻസും എല്ലാം കൂടെ കൂട്ടിയിട്ട് 17 ഇഞ്ചാണ്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ആ ഒരു ലെങ്ത്ത് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 17 കൊടുക്കുന്നത്. എന്നിട്ട് എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ കുറയ്ക്കാമല്ലോ. അപ്പം ഞാൻ ഈ ഒരു അളവാണ് എടുക്കുന്നത്. ഈ 17 ഇഞ്ചിൽ നമ്മൾ നേരത്തെ മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ടോപ്പിൻ്റെ ഒരു വിട്ട് ഉണ്ടല്ലോ, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 28 ഇഞ്ചായിരുന്നു എനിക്ക് വരുന്നത്. അതിനെ ഡിവൈഡ് ചെയ്ത് കിട്ടിയത് 9 ഇഞ്ചാണ്. അപ്പോൾ ആ ഒരു 17 ആ 9 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സൈഡ് ഒന്ന് വരച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് മാത്രമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ ഇൻവിസിബിൾ സിബ് വെക്കുന്നുണ്ട്. അതുകൊണ്ട് ബാക്കിൽ ചെറിയ മെഷർമെൻറ്റ് വ്യത്യാസമുണ്ട്. നെക്കിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് മാറ്റി വെച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു ബാക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമേ ഉള്ളൂ മെഷർമെൻറ്റിൽ വ്യത്യാസം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കട്ട് ചെയ്തത് നമ്മുടെ ഈ ബാക്ക് ഭാഗത്തേക്ക് വെച്ചിട്ട് നെക്കിൻ്റെ അവിടെ കൊണ്ട് 1/4 ഇഞ്ച് ഒന്ന് അളന്നിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സെയിം പോലെ തന്നെ നമ്മുടെ ഷോൾഡറും പിന്നെ നെക്കൊക്കെ കട്ട് ചെയ്യാം, ലെങ്ത്തൊക്കെ കട്ട് ചെയ്യാം. ആ ഒരു പോർഷനിൽ ഫുള്ളായിട്ട് നീക്കി വെക്കണം. അതായത് നെക്കിൻ്റെ അവിടെയും നമ്മുടെ ആ ഒരു ലെങ്ത് വൈസ് ഫുള്ള് ഒരു 1/4 ഇഞ്ചിൽ നീക്കി വെച്ചിട്ട് വേണം നമുക്ക് സിബ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 1/4 ഇഞ്ച് മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്. നെക്കാണെങ്കിലും നമ്മൾ കറക്റ്റ് മെഷർ ചെയ്തിട്ട് തന്നെ കട്ട് ചെയ്യണം. 2.25 ഇഞ്ചായിരുന്നു നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ബാക്കിലേക്ക് വരുന്ന സമയത്ത് 3 ഇഞ്ചാവും. പക്ഷെ നമ്മൾ സിബ് വെച്ച് കഴിയുമ്പോൾ ആ 1/4 ഇഞ്ച് ഉള്ളിലേക്ക് തന്നെ പോകും. 2.25 ഇഞ്ച് തന്നെ നിൽക്കും. ബാക്കിൽ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ 3 ഇഞ്ചൊന്ന് മെഷർ ചെയ്തിട്ട് റൗണ്ട് നെക്ക് തന്നെ ഇതിനകത്തൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ ഞാനിവിടെ 3 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിലെ നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും വരുന്നത് 3 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ ഇത് ഫ്രണ്ടും ബാക്കും ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തന്നെ വെച്ചിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്താൽ മതി. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് വെച്ചിട്ട് മെയിൻ ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഗൈസ്, അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് വിഷുവിൻ്റെ ഡ്രസ്സുകളൊക്കെ വരുന്നതായിരിക്കും. ഞാൻ ഓൺലൈനായിട്ട് സാരിയൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടായിരിക്കും ഡ്രസ്സൊക്കെ വരുന്നത്. അതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് ലൈനിങ് വെച്ചിട്ട് ഞാൻ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിന് പഫ് സ്ലീവ് ആണ് കൊടുക്കുന്നത്. അതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് ഞാൻ ഇനി കാണിച്ചു തരാം. എൻ്റെ ആ മെറ്റീരിയലിൽ നിന്ന് ബാക്കി വന്നിട്ടുള്ള ഇത്രയാണ് തുണിയുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ സ്ലീവ് വെക്കാൻ വേണ്ടി പോകുന്നത്. അത് കംപ്ലീറ്റ് എടുത്തിട്ട് നമുക്ക് സ്ലീവ് വെക്കാം. അപ്പോൾ ഈ ഒരു പീസിൽ നിന്ന് കിട്ടുന്ന മാക്സിമം മെറ്റീരിയൽ നമുക്ക് എടുക്കാം. ഈ ഒരു ക്ലോത്തിൽ ലെങ്ത് കിട്ടുന്നത് 10.5 ഇഞ്ചാണ്. അപ്പോൾ ഈ 10.5 ഇഞ്ച് കംപ്ലീറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഫോൾഡ് വന്നിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അത് റൈറ്റ് സൈഡിലേക്ക് വെച്ചിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തു നിന്നാണ് നമ്മൾ ബാക്കി മെഷർമെന്റ് എടുക്കേണ്ടത്. എന്നിട്ട് ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തു നിന്ന് മേളിൽ നിന്ന് നമ്മൾ 3.5 ഇഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ ആ ഒരു ഫോൾഡ് വന്നിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടേക്കൊന്ന് ഒരു ചെരിച്ചൊരു വര കൊടുക്കാം. എന്നിട്ട് അതിന്റെ ഏകദേശം ഒരു പകുതി ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഞാൻ ഇവിടെ കാണിക്കുന്ന പോലെ ആ വരേന്റെ മേളിലേക്കും പിന്നെ ഈ ഭാഗത്ത് നിന്ന് താഴേക്കുമായിട്ട് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു വര കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ അറ്റത്ത് നിന്ന് താഴേക്ക് ചെറുതായിട്ട് ഒരു വര കൊടുക്കുന്നുണ്ട്. ഞാൻ താഴെയും മാക്സിമം എടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അവിടെയും പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബലൂൺ സ്ലീവ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം തുണി എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ലെങ്ത് എന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. വിഡ്ത്തും അതിനനുസരിച്ച് നിങ്ങളൊന്ന് കൊടുത്താൽ മതി. ഞാനിവിടെ കംപ്ലീറ്റ് തുണി എടുത്തിട്ട് മാക്സിമം ഉള്ളത്രയും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പ്ലീറ്റ്സ് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് മേളിലും കുറച്ച് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് സ്ലീവ് ഒന്ന് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്കിനി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ട് കട്ട് ചെയ്യാം. നമുക്ക് സ്കേർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫസ്റ്റ് ലൈനിങ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 3 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുൾ എടുത്തിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ ലെങ്ത്ത് മാത്രം ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി ഫുള്ള് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ മടക്കിയിട്ട് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലെങ്ത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ ലൈനിങ്ങിനും നമ്മുടെ മെയിൻ ക്ലോത്തിനും രണ്ട് മെഷർമെൻറ്റ് വരുന്നുണ്ട്. ആദ്യം ഞാൻ ലൈനിങ്ങിൻ്റെ കേസ് പറയാം. നമ്മുടെ മൊത്തത്തിലുള്ള ലെങ്ത്ത്, സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 27 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ലൈനിങ് ആയതുകൊണ്ട് നമ്മൾ അടി മടക്കി അടിക്കുന്നുണ്ട്. 1 ഇഞ്ചിൽ അര ഇഞ്ച് വെച്ച് 1 ഇഞ്ച് നമ്മൾ താഴെ മടക്കി അടിക്കുന്നുണ്ട്. അതിനുള്ള 1 ഇഞ്ചും പിന്നെ സീം അലവൻസ് നമ്മുടെ മേളിൽ അടിക്കാനുള്ള ഒരു അര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് നമ്മൾ മൊത്തം 28.5 ഇഞ്ചാണ് നമ്മുടെ ആ ഒരു ലെങ്ത്ത് വരുന്നത്. ഇനി നമ്മൾ മേളിൽ പടി കൊടുക്കണം. അതിൻ്റെ ലെങ്ത്ത് നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. ഞാനിവിടെ കൊടുക്കുന്നത് 1.5 ഇഞ്ചിൻ്റെ പടിയാണ്. ചിലവർ 2ൻ്റെയും പിന്നെ 1ൻ്റെയൊക്കെ കൊടുക്കാറുണ്ട്. ഞാൻ ഈ ഒരു സ്കേർട്ടിന് 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് ഈ 28.5 നിന്ന് മൈനസ് ചെയ്തിട്ടുള്ള 27 ഇവിടെ എടുത്തു കൊടുക്കേണ്ടത്. ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന ചെറിയൊരു കാലിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്, അത് നോക്കണ്ട. 27 ഇഞ്ചാണ് നമ്മുടെ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് വരുന്നത്, പടി മൈനസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ലൈനിങ്ങിന് വേണ്ടിയിട്ട് എടുത്തു കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നുമില്ല, നമ്മുടെ എത്രയാണോ നമ്മുടെ ലെങ്ത്ത് 27 ഇവിടെ എൻ്റെ ലെങ്ത്ത്. അതിൽ നിന്ന് നമ്മൾ ആദ്യം താഴെ മടക്കി അടിക്കാനുള്ള 1 ഇഞ്ചും പിന്നെ മേളിൽ അടിക്കാനുള്ള അര ഇഞ്ചും കൂടി കൂട്ടി 1.5 ഇഞ്ച് നമ്മൾ ആദ്യം നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് 28.5 ഇഞ്ച് കിട്ടും. ഇത് നമ്മുടെ പടീൻ്റെ ലെങ്ത്ത് എത്രയാണോ, അതായത് ഞാൻ ഇവിടെ എടുക്കുന്നത് 1.5 ഇഞ്ചാണ്, അത് എത്രയാണെന്നുള്ളത് മൈനസ് ചെയ്ത് കൊടുക്കുക. നിങ്ങളിപ്പോൾ 1 എടുക്കുന്നതെങ്കിൽ 1 മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ 1.5 എടുക്കുന്നത്. അപ്പോൾ 1.5 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന 27 ഇഞ്ചാണ്. നമ്മൾ ആദ്യം എടുത്ത ലെങ്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ 27 നമ്മുടെ ലൈനിങ്ങിൽ നമ്മൾ എടുക്കേണ്ട മെഷർമെന്റ്. നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ മെഷർമെന്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ലെങ്ത് വരുന്ന 27 തന്നെയാണ്. പിന്നെ അടി നമ്മൾ മടക്കി അടിക്കുന്നില്ല, നെറ്റ് ആയതുകൊണ്ട് അടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1.5 മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 27.5 വരും. അതിൻ്റെ കൂടെ നമ്മൾ 1.5 നമ്മുടെ പടീൻ്റെ ലെങ്ത് ആയിട്ടുള്ളത് മൈനസ് ചെയ്താൽ കിട്ടുന്ന 26 നമ്മുടെ നെറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അത് മാത്രമാണ് ഇവിടെ ഡിഫറൻസ് ഉള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നറിയില്ല. ഇത് ഇങ്ങനെയാണ് മെഷർമെന്റ് വരുന്നത്. നെറ്റ് നമ്മൾ മടക്കി അടിക്കാത്തതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ്. ബാക്കിയെല്ലാം ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മളിപ്പോൾ മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലെങ്ത് ഒക്കെ നമുക്ക് നമ്മുടെ ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലൈനിങ്ങിന്റെ ലെങ്ത് വരുന്ന 27 ഇഞ്ചായിരുന്നു മടക്കി അടിക്കാനുള്ളതും പടി മൈനസ് ചെയ്തിട്ടുള്ളതൊക്കെ. അപ്പോൾ 27 ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിം അലവൻസും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ക്ലോത്ത് രണ്ടാക്കി കൊടുക്കണം. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് രണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ടും ബാക്കും കൂടി ഒരുമിച്ച് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യുന്നത്, എനിക്കിതാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതാണ് ലൈനിങ്ങിൻ്റെ കട്ടിങ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ നെറ്റ് കട്ട് ചെയ്യാം. ഒരു നെറ്റ് ഉള്ളത് 4.60 ഉണ്ട്. ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ച മെറ്റീരിയലാണ്. ആ സമയത്ത് ഇത്രയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് ഫുൾ എടുത്തിട്ടാണ് ഞാൻ ഇനി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഇവിടെ ഇരുന്ന് വെറുതെ വേസ്റ്റ് ആവും. അപ്പം ഞാൻ ഫുൾ എടുത്തിട്ട് തന്നെ സ്കേർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആ ഒരു പടീൻ്റെ ലെങ്ത്തും കൂടി പറഞ്ഞുതരാം. ഞാനിത് കട്ട് ചെയ്യുന്ന വീഡിയോ
വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ പടിയുടെ ഫുൾ ലെങ്ത്ത് എടുക്കുന്നത് 4 ഇഞ്ചാണ്. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ നമ്മൾ 1.5 ഇഞ്ചിൻ്റെയാണ് പടി വെക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ 2 ഫോൾഡായിട്ടാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ മൊത്തത്തിൽ 1.5 കൂട്ടിയിട്ട് മൊത്തം 3 ഇഞ്ചാണ് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് സീം അലവൻസ് ആയിട്ടുള്ള 1 ഇഞ്ച്, അതായത് നമ്മൾ 2 ഭാഗത്തും അടിക്കാനുള്ള 1/2 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മുടെ ആ പ്ലേറ്റ്സ് ഇട്ട ഭാഗമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് അങ്ങനെ 1/2 ഇഞ്ച് 2/2 ഇഞ്ച് വരുന്നുണ്ട്. അത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഫുള്ള് നമ്മൾ 4 ഇഞ്ചാണ് നമ്മുടെ പടിയുടെ ലെങ്ത് എടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ആ ലെങ്ത്തിലേക്ക് തന്നെ വരാം. ഞാനിവിടെ ഫുള്ളൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു അറ്റം ഫുള്ള് കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് ഞാൻ എടുക്കുന്നതിന് മുന്നേ ആ മേളിലെ ആ ഒരു ഭാഗം ഒന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതെനിക്ക് പ്ലേറ്റ്സ് ഇടാൻ അത്രയ്ക്കൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോഴും ചെയ്യാറ്. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഞാൻ മേളിൽ നിന്ന് നമ്മുടെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 26 ഇഞ്ചാണ് ഇവിടെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എത്രയാണോ ലെങ്ത്ത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സീം അലവൻസ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ലെങ്ത്താണ് ഇത്. ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാലൻസ് കുറച്ച് മെറ്റീരിയൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള നെറ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് ബാലൻസ് വന്നിട്ടുണ്ട്. അതിനി നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതാ ഞാൻ ആ 26 ഇഞ്ചിലൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മുടെ മേളിൽ 1/2 ഇഞ്ച് നമ്മുടെ പോകും. പിന്നെ നമ്മുടെ മേളിലായിട്ട് 1.5 ഇഞ്ചിൻ്റെ ഒരു പടിയും കൂടെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ കറക്റ്റ് ലെങ്ത്ത് നമുക്ക് കിട്ടും. ഇനി ഞാൻ ഫ്രണ്ടും ബാക്കും ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. പ്ലേറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ഫ്രണ്ടും ബാക്കും മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് സെൻറ്റർ നോക്കി എടുത്തിട്ട് ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്കേർട്ടും ടോപ്പും കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായെന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇതുപോലത്തെ തന്നെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് യൂസ്ഫുൾ ആയെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.